നമ്മുടെ സർവീസ് രംഗത്തിൽ ഉൾപ്പെടുത്തി അടുത്ത ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുകയാണ്. അങ്കണവാടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ആശ്വാസകരമായ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. 2-ാം തീയതി, അതായത് 2/3/2026, ഇപ്പോൾ കളക്ടർ കഴിഞ്ഞത് ഇന്നിപ്പോൾ 6 ആയിട്ടുള്ളൂ. 2-ാം തീയതി ഇറങ്ങിയൊരു ഉത്തരവാണ്. ആ ഉത്തരവിൽ ഈ ഉത്തരവ് എല്ലാ അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും കാണേണ്ടതാണ്. ICDS ഓഫീസർമാരും ഇത് കാണേണ്ടതാണ്. അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ലെന്ന് പറയരുത്. കാരണം 2016 ഒരു ആക്ട് ഉണ്ടായി, ഈ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിന് വേണ്ടി ക്ഷേമനിധി ആക്ട് ഉണ്ടായി. ആക്ടിൽപ്പെട്ട ഒരു ക്ലോസ് 6.2 എന്ന് പറയുന്ന ഒരു ക്ലോസിൽപ്പെട്ട് കുടുങ്ങിയാണ് 500 പേർക്ക് പെൻഷൻ കിട്ടാതാവുകയും അത് വലിയ വിവാദമാവുകയും നമ്മൾ സുഭാഷിതം ചാനലിലും നമ്മുടെ ഗ്രീൻ ഗ്ലോബൽ ചാനലും ഗ്ലോബൽ മലയാളി ന്യൂസിലുമൊക്കെ വലിയ വാർത്തകൾ, വളരെ വിശദമായും നിശിതമായും വിമർശിച്ചുകൊണ്ടൊക്കെ ഉള്ള വാർത്തകൾ ചെയ്തു. അതിനവസാനം ഒരു ഫലമുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമാണ്. എന്തായാലും സർക്കാർ 500 പേർക്ക് പെൻഷൻ കട്ടായ 500 പേർക്ക് 12% തുക അടച്ച് പെൻഷൻ റിന്യൂ ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് ഞാനീ പറഞ്ഞ 2/3/2028 ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് നമ്പർ DWCDO, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് വിമൻ ആൻഡ് പിന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന ഓഫീസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. KLM 54/26/2026 എന്ന് പറയുന്ന ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അത് എല്ലാ വനിതാ ശിശു വികസന ഓഫീസർമാർക്കും അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. അത് അയച്ചിരിക്കുന്നതനുസരിച്ച് അതിൽ ആ ഉത്തരവിൽ പറയുന്നതനുസരിച്ച്, അതായത് 2016 ഇറങ്ങിയ പെൻഷൻകാരുടെ 2016 ഇറങ്ങിയ ഉത്തരവിൽ വന്നുപോയ അപാകതകൾ പരിഹരിക്കണമെന്നും ആ അപാകത വളരെ കൃത്യമായി ഓഫീസർമാർ അത് പരിഹരിച്ചു കൊടുക്കണമെന്നും, ഇനി 500 പേർക്ക് പെൻഡിങ് വന്നതിന് സർക്കാർ അടയ്ക്കാൻ അനുവാദം കൊടുത്തു. പ്രത്യേക ഉത്തരവിലൂടെ അനുവാദം കൊടുത്തു. അവരടച്ചു കഴിഞ്ഞു, അടയ്ക്കും. 12% അടയ്ക്കുമ്പോൾ അവരുടെ ക്ഷേമനിധി ക്ലിയർ ആവും, അവർക്ക് പെൻഷൻ ക്ലിയർ ആവും. അംശാദായവും മറ്റു കാര്യങ്ങളും കൊടുക്കാനായിട്ട് 20 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു, അത് ക്ലിയർ ആവും. അപ്പോൾ പെൻഷൻകാരുടെ കാര്യം ക്ലിയറായി. ഇനി പെൻഷനായിട്ട് അങ്ങോട്ട് പോകുന്നവർക്ക് ഈ മാസം മാർച്ച് മുതൽ 2026 മാർച്ച് മാസം മുതൽ അംഗത്വം നഷ്ടപ്പെടുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ, അതായത് ഇനി അങ്ങോട്ടുള്ളവർക്ക് നഷ്ടപ്പെട്ടാൽ വിഷയം ഇത്രയേ ഉള്ളൂ. 6 മാസമാണ് ലീവ് 6 മാസത്തിൽ കൂടുതൽ ലീവ് എടുക്കുകയാണെങ്കിൽ 6 മാസം ആകുമ്പോൾ തിരിച്ചു വന്ന് ഈ 6 മാസത്തെ പൈസ അടയ്ക്കണം. ഈ 500 രൂപ വെച്ച് അടയ്ക്കാനുള്ള പൈസ അടയ്ക്കണം. അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. 3000 രൂപ അടച്ചിട്ട് പോയി വീണ്ടും ലീവിലേക്ക് പോവാം. ചിലരൊക്കെ ഗൾഫിലൊക്കെ അങ്ങ് പോയവർ 2 വർഷം 3 വർഷമൊക്കെ അങ്ങ് പോകും. ഇവിടെ നാമമാത്രമായ ശമ്പളമല്ലേ ഉള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടെ ശമ്പളം കിട്ടുകയാണെങ്കിൽ അവർ വേറെ ജോലിക്ക് പോകും. വിദേശത്തൊക്കെ പോകുന്നവരാണ്. മക്കളെ പിന്നെ രോഗമായിട്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, അതുപോലെ മക്കളുടെ എല്ലാം പ്രായമൊക്കെ ആയി വരുന്നല്ലോ. അംഗനവാടിക്കാർ, ടീച്ചർമാർ, ഹെൽപ്പർമാരുടെ അവരെ മക്കളും ചെറുമക്കളും ഒക്കെ പ്രസവവും മറ്റു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോയി നിൽക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ 6 മാസം കഴിയുമ്പോൾ കൃത്യമായി 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പണം അടയ്ക്കണം. 6 മാസം കഴിഞ്ഞാൽ വീണ്ടും അത് കട്ടാവും. ഇനി കട്ടായാൽ ഒരു കാരണവശാലും മാപ്പപേക്ഷ കൊണ്ടോ അതായത് ഇങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്. 2026 മാർച്ച് മാസം മുതൽ അംഗത്വം നഷ്ടപ്പെടുന്നത് നിശ്ചിത സമയപരിധികൾ, അതായത് 6 മാസത്തിനുള്ളിൽ പുനരുജ്ജീവിപ്പിക്കാത്ത പക്ഷം ഇക്കാര്യത്തിൽ ഇനിയും ഒരു മാപ്പപേക്ഷ വെച്ചോ മറ്റേതെങ്കിലും തരത്തിലോ ഇളവ് അനുവദിക്കുന്നതല്ല എന്ന വിവരം ശക്തമായി വനിതാ ശിശുക്ഷേമ സമിതി അറിയിക്കുന്നു. അതുപോലെ തന്നെ അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമവുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ പ്രോജക്റ്റ് ഓഫ് ജില്ലാതലത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടതും അതിന്മേലുള്ള അപ്പീലുകൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ക്ഷേമനിധി ബോർഡിന് അയച്ചു കൊടുക്കേണ്ടതുമാണ്. ഇതിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് ഉണരും. ആരെങ്കിലും ലീവ് എടുക്കുകയാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കൃത്യമായി ഇതിനകത്തൊരു ഇനി ഈ പ്രശ്നം വരാൻ സാധ്യതയില്ല. അങ്ങനെ അംഗനവാടിക്കാരുടെ ഒരു പ്രശ്നത്തിനും കൂടി ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നു. ഇതിനിടയിൽ മറ്റൊരു ഉത്തരവ് കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അംഗനവാടിക്കാരുടെ ശമ്പളം കൂട്ടിക്കൊണ്ടൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അവരുടെ ശമ്പളത്തിൽ 4000 രൂപ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പൈസ എന്ന് പറയുന്ന 60%, 40% കേരള സർക്കാരിൻ്റെ പൈസ. അതിൽ തന്നെ ഒരു നിശ്ചിത തുക മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് തരുന്നുള്ളൂ. ബാക്കി തുക കേരള സർക്കാരാണ് എടുക്കുന്നത്. സർക്കാർ ഇപ്പോൾ 1000 രൂപ വീതം എല്ലാവർക്കും കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞവർക്ക് വീണ്ടും ഒരു 500 രൂപ കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 14,000 രൂപ, അതായത് ഈ അംഗനവാടിക്കാർക്ക് 14,000-ഉം പിന്നെ നമ്മുടെ 10 വർഷം കഴിഞ്ഞവർക്ക് വീണ്ടും ഒരു 500 രൂപ കൂടി കിട്ടാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള എമൗണ്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാം.
അതായത് അംഗനവാടിക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യമായിട്ട് കൂട്ടിപ്പോയിട്ടുണ്ട്. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പറയാം. അതായത് അവർക്ക് നേരത്തെ 10 വർഷത്തിന് താഴെയുള്ളവർക്ക് 13,500 10 വർഷത്തിലുള്ളവർക്ക് 14,000 വർക്കർമാർക്കുണ്ടായിരുന്നത്. ഹെൽപ്പർമാർക്ക് 9,500 10,000 നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കൂട്ടി വരുമ്പോൾ വർക്കർമാർക്ക് 14,500 10 വർഷം കഴിഞ്ഞവർക്ക് 15,000 രൂപ. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഒരുപാട് പേരുണ്ട്, കൂടുതലും 10 വർഷം കഴിഞ്ഞവരുണ്ട്. അവർക്ക് 15,000 രൂപ കിട്ടും. 10 വർഷം ആകാത്തവർക്ക് 14,500 കിട്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ 13,500 അതുപോലെ 10 വർഷം ആയിട്ടുള്ള 10 വർഷത്തിൽ തികയാത്ത ഹെൽപ്പർമാർക്ക് 10,000 കിട്ടും. 10 വർഷം കഴിഞ്ഞവർക്ക് 10,500 രൂപ കിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന തുകയിൽ 4,500 വർക്കർമാർക്ക് 4,500 ഹെൽപ്പർമാർക്ക് 2,250 കേന്ദ്ര സഹായം. അതിൽ 60% വർക്കർമാർക്കും 2,700 രൂപ വരുന്നതും ഹെൽപ്പർമാർക്ക് 60% 1,350 രൂപ. അത്രയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. ബാക്കി പണമെല്ലാം കേരള സർക്കാരാണ് കണ്ടെത്തുന്നത്. എന്തായാലും ശമ്പളവും കൂട്ടിയിട്ടുണ്ട്, 1,000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇനിയും അവർക്ക് പേ സ്കെയിൽ വേണം, ഗ്രാറ്റുവിറ്റി വേണം, EPF വേണം, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം അവർക്ക് ഇനിയും ശമ്പളം കൂട്ടേണ്ടതുണ്ടെന്നുള്ള ഒരുപാട് കഥകളുണ്ട്. എങ്കിലും താൽക്കാലികമായി 2-3 വിഷയങ്ങളിൽ, അതായത് സുഭാഷിതം ചാനൽ വളരെ കൃത്യമായി ഏറ്റെടുത്ത 3 വിഷയങ്ങളിൽ ഒന്ന് ഞാൻ നാൾ വഴി വെച്ച് തന്നെ പറയാം. ഒന്ന്, പെൻഷൻ പറ്റിയവർക്ക് അംശാദായം കൊടുക്കുന്നതിൽ വലിയ ഡിലേ ഉണ്ടായിരുന്നു. നമ്മൾ ശക്തമായി ബഹളമുണ്ടാക്കി അംശാദായം കിട്ടി. ബഹളമുണ്ടേ നമുക്കുണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഉത്തരവൊക്കെ ഗവൺമെൻറ്റാണ് ഇറക്കേണ്ടത്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കും നമുക്കൊരു അവകാശമില്ല. അത് കഴിഞ്ഞ് 500 പേരുടെ പെൻഷൻ കട്ടായവരുടെ വിഷയം നമ്മൾ ടേക്കപ്പ് ചെയ്തു. അതിന് ഒരു പരിഹാരമുണ്ടായി. മാത്രമല്ല, ഇനി മാർച്ച് 26 മുതൽ ഈ മാർച്ച് മുതൽ ഇനി ആർക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കർശനമായ ഉത്തരവ്, ഉദ്യോഗസ്ഥരെ പുറത്ത് ലയബിലിറ്റി ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം വളരെ ക്ലിയറായി. അതുപോലെ തന്നെ വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ചെറുതെങ്കിലും തുക കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അവരനുഭവിക്കുന്ന ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിഷയം 2 വിഷയങ്ങളായിട്ട് പറയാം. ഒന്ന്, ഏറ്റവും അടിയന്തരമായിട്ട് അവരനുഭവിക്കുന്ന ഒരു വിഷയം ഈ ഫോണിൻ്റെ ഒരു വിഷയമാണ്. അതിലവർക്ക് ഈ സിം കാർഡ് വാങ്ങാനുള്ള പണമോ പുതിയ ഫോൺ എടുക്കാനുള്ള പണമോ ഒക്കെ ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. അവർക്ക് ക്യാമറയൊക്കെ വയ്ക്കുന്നത് വെക്കണമെന്നും വെക്കണ്ട എന്നുള്ളത് നമുക്ക് അഭിപ്രായമില്ല. അതൊക്കെ സുതാര്യതയുടെ ഭാഗമായി ഗവൺമെൻറ് ചെയ്തോട്ടെ. പക്ഷേ ഒരു സ്കൂളിൽ ക്യാമറ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു അംഗനവാടിയിൽ ക്യാമറ വെച്ചാൽ അതെങ്ങനെ മാനേജ് ചെയ്ത് പോകും? കാരണം കുട്ടികൾ ഒരുപാട് തമ്മിൽ തെല്ലും ബഹളം ഉണ്ടാക്കും, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കുട്ടികൾ തമ്മിൽ നുള്ളും പിച്ചും ബഹളമൊക്കെ നടക്കും. അതൊക്കെ ക്യാമറയിൽ വരികയും പ്രശ്നങ്ങളാവുകയൊക്കെ ചെയ്താൽ പിന്നെ അത് സംഘർഷത്തിലേക്ക് പോവുകയുള്ളൂ. അതൊക്കെ ടീച്ചർമാരെ, ഹെൽപ്പർമാരെ, വർക്കർമാരെ ലെവലിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂടി ക്യാമറയിൽ വന്നാൽ വീണ്ടും കൺഫ്യൂഷനിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും അതങ്ങനെ നടക്കട്ടെ. പക്ഷേ അവർക്ക് നല്ല ഫോൺ വാങ്ങിക്കൊടുക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു നടപടി കൂടി ഉണ്ടാകണം. ഞങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞതിൽ ഇനി അടിയന്തരമായിട്ട് നിൽക്കുന്നൊരു വിഷയം അതാണ്. ബാക്കിയെല്ലാം ലോങ് ടൈം വിഷയങ്ങളാണ്. അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം, ശമ്പള പരിഷ്കരണം കൊടുക്കണം, അതുപോലെ തന്നെ പേ സ്കെയിൽ കൊടുക്കണം, EPF കൊടുക്കണം, ലീവ് 12 എന്നുള്ള 20 ദിവസം ആക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വരട്ടെ, അതിൻ്റെ ക്രമത്തിൽ വരട്ടെ. എന്തായാലും ഞങ്ങളുടെ ഒരു ഘട്ടത്തിലുള്ള ഞങ്ങളുടെ എഫർട്ട് വിജയിച്ചിരിക്കുന്നു. എല്ലാ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും നല്ല നമസ്കാരം. ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഞങ്ങളെ എതിർത്തവർക്കും ഞങ്ങളെ അധിക്ഷേപിച്ചവർക്കും ഞങ്ങളുടെ വീഡിയോകൾ കണ്ടവർക്കും വീഡിയോകൾ ഫോർവേഡ് ചെയ്തവർക്കും ഇത് നിഷേധിച്ചവർക്കും എല്ലാവർക്കും ഒരേ സ്വരത്തിൽ എല്ലാ സഹോദരിമാർക്കും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. നിങ്ങളുടെ കുറേ പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കുന്നതിന് ഒരു പരിചയമില്ലാത്ത കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന അംഗനവാടിക്കാരെ ഞങ്ങൾക്ക് പരിചയമില്ല. 4-5 പേരെയൊക്കെ നേരിട്ട് അറിയാം, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആരെയും നേരിട്ട് പരിചയമില്ലാത്തൊരു മഹാഭൂരിപക്ഷം വരുന്ന വനിതകൾക്ക്, സ്ത്രീകൾക്ക് ഇങ്ങനെ കുറേ ആനുകൂല്യങ്ങളെങ്കിലും സർക്കാർ സമയബന്ധിതമായിട്ടല്ല, പല ബഹളവും കരച്ചിലും കണ്ണീരും ഒക്കെ ആയിട്ടാണ് കൊടുത്തത്. എന്തായാലും കൊടുത്തു എന്നുള്ളത് വലിയ സന്തോഷം. ബാലഗോപാലിനെയും ഗവൺമെൻറ്റിനെയും ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സണെയും എല്ലാവരും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ യൂണിയൻകാരെയും എല്ലാവരെയും അറിയിക്കുന്നു. ഞങ്ങളാൽ കഴിഞ്ഞത് ഞങ്ങളും ചെയ്തു, അണ്ണാൻ കുഞ്ഞും തന്നാലായതും.